ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം ഭാനു അത്തയ്യ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ പ്രഥമ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം അമൃത പ്രീതം. കാവ്യോപഹാരം എന്ന കവിതാ സമാഹാരത്തിന്റെ കർത്താവ്? ഉത്തരം കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കന്നഡയിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? ഉത്തരം കുമുദിനി. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? ഉത്തരം കോട്ടയം. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നുവോ? ഇത് ആരുടെ വരികളാണ്? ഉത്തരം കടമ്മനിട്ട രാമകൃഷ്ണൻ. ഓസ്കാർ അവാർഡ് ജേതാവായ റസൂൽ പൂക്കുറ്റിയുടെ ആത്മകഥ ഏതാണ്? ഉത്തരം ശബ്ദതാരാപദം. കന്നഡയിലെ ആദ്യത്തെ അപസർപ്പക നോവൽ ഏതാണ്? ഉത്തരം ചോരഗ്രഹണ തന്ത്ര. പടയാളി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. അധ്യാത്മയുദ്ധം എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ഒരു നായയെ കേന്ദ്ര കഥാപാത്രമാക്കി പരിണാമം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം MP നാരായണപിള്ള. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഉത്തരം 500 സർഗങ്ങളിലായി 24,000 ശ്ലോകങ്ങൾ. വൈലോപ്പിള്ളിയുടെ സ്മരണയ്ക്കായി ഇവനെ കൂടി എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സച്ചിദാനന്ദൻ. കണ്ണശന്മാരുടെ മറ്റൊരു പേര്? ഉത്തരം നിരണം കവികൾ. ഗാന്ധിജിയുടെ വേർപാടിൽ ദുഃഖിതനായി വള്ളത്തോൾ രചിച്ച വിലാപകാവ്യം ഏതാണ്? ഉത്തരം ബാപ്പുജി. ആരുടെ കവിതകളാണ് മാതൃത്വത്തിന്റെ കവിതകൾ എന്ന് വിളിക്കുന്നത്? ഉത്തരം ബാലാമണിയമ്മ. ആഖ്യായിക എന്നറിയപ്പെടുന്ന സാഹിത്യരൂപം? ഉത്തരം നോവൽ. ദി ക്യാച്ചർ ഇൻ ദ റൈ എന്ന കൃതിയിലൂടെ ലോക പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ? ഉത്തരം JD സാലിംഗർ. വാർമഹൽ രചിച്ചത് ആരാണ്? ഉത്തരം ഗുരുനാനാക്ക്. സംസ്കൃത നാടകത്തിന്റെ പിതാവ്? ഉത്തരം ഭാസൻ. ബ്രഹ്മസൂത്രം രചിച്ചത് ആരാണ്? ഉത്തരം ബാദരായണൻ. കവികളെയും ഗായകരെയും തന്റെ സദസ്സിൽ നിന്നും പുറത്താക്കിയ ചക്രവർത്തി? ഉത്തരം ഔറംഗസേബ്. രത്നാവലി രചിച്ചത് ആരാണ്? ഉത്തരം ഹർഷവർദ്ധനൻ. ശിവരാമ കാരന്തിന്റെ ആദ്യ നോവൽ? ഉത്തരം ദേവദൂതരു. ബോസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം ചാൾസ് ഡീക്കൻസ്. ഇന്ത്യയിലെ തന്റെ ബാല്യകാല ജീവിതത്തെ അടിസ്ഥാനമാക്കി റോഡ്യാർഡ് കിപ്ലിംഗ് രചിച്ച നോവൽ? ഉത്തരം കിം. ക്രാന്തദർശികൾ രചിച്ചത് ആരാണ്? ഉത്തരം S ഗുപ്തൻ നായർ. KM മാത്യു ഏത് രംഗത്ത് പ്രശസ്തനായിരുന്നു? ഉത്തരം പത്രപ്രവർത്തനം. മാർട്ടിൻ ഏഡൻ എന്ന ആത്മകഥാപരമായ നോവലിലൂടെ പ്രശസ്തനായ അമേരിക്കൻ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ജാക്ക് ലണ്ടൻ. ഉജ്ജീവനം എന്ന ആനുകാലികത്തിന്റെ പത്രാധിപരായിരുന്ന സാഹിത്യകാരൻ? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിലെ ആദ്യ ബോധോധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത് ആരാണ്? ഉത്തരം പൂഞ്ഞിക്കര റാഫി. OV വിജയന്റെ പേരിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓട്ടുപുലാക്കിൽ വേലുക്കുട്ടി വിജയൻ. പ്രശസ്ത സാഹിത്യകാരനായ NP മുഹമ്മദിന്റെ മകനും എഴുത്തുകാരനുമാണ് ഇദ്ദേഹം. ആരാണ് ഇദ്ദേഹം? ഉത്തരം NP ഹാഫിസ് മുഹമ്മദ്. തകഴി ശിവശങ്കരപിള്ള ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച കൃതി? ഉത്തരം 1984 പുറത്തിറങ്ങിയ കയർ. യുദ്ധവും സമാധാനവും എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയി. MT വാസുദേവൻ നായർ ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 1995. MT വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കാലമാണ്? MT വാസുദേവൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി നാലുകെട്ട്. SK പൊറ്റക്കാട് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 1980. ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്.
അഖിലാണ്ട മണ്ഡലം മണിയെ ചുരുക്കി എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം പന്തളം KP രാമൻപിള്ള. കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. ക്യാൻസർ വാർഡിലെ ചിരി ഏത് നടന്റെ ആത്മകഥയാണ്? ഉത്തരം ഇന്നസെന്റ്. ആരുടെ രാജസദസ്സിലെ കവിയായിരുന്നു ചെറുശ്ശേരി? ഉത്തരം ഉദയവർമ്മ രാജാവിന്റെ. അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം നശിക്കാത്തത്. ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം വായന. MT വാസുദേവൻ നായർ എഴുതിയ നാടകത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഗോപുരനടയിൽ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം CV രാമൻപിള്ള. ഋതുക്കളുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചെറുശ്ശേരി. തത്വമസി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം സുകുമാർ അഴീക്കോട്. ബിലാത്തി വിശേഷം ആരുടെ യാത്രാ വിവരണമാണ്? ഉത്തരം KP കേശവമേനോൻ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്താണ്? ഉത്തരം സാഹിത്യലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥാലോകം. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേര് എന്താണ്? ഉത്തരം നാഷണൽ ബുക്ക് സ്റ്റാൾ. കേരളത്തിന്റെ ഭരണഭാഷ ഏതാണ്? ഉത്തരം മലയാളം. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏതാണ്? ഉത്തരം രാമചന്ദ്ര വിലാസം. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടേതാണ് ഈ വരികൾ? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇന്ത്യ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം ചെമ്മനം ചാക്കോ. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം വിജയകൃഷ്ണന്റെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള പഠനം. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്? ഉത്തരം വില്യം ലോഗൻ. കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം VV അയ്യപ്പൻ. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ തൂലിക പടവാളാക്കിയ സാഹിത്യ നായകൻ ആരാണ്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. വന്ദേ മാതരം എന്ന ഗാനം ഉൾപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ്? ഉത്തരം ആനന്ദമഠം. എന്റെ കഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം മാധവിക്കുട്ടി. ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ടോംസ്. കന്നിക്കൊയ്ത്ത് എന്ന കാവ്യ സമാഹാരത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവൽ ഏത് തെരുവിന്റെ കഥയാണ് പറയുന്നത്? ഉത്തരം മിഠായി തെരുവ്. വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ഇത് ആരുടെ വരികളാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ ഈ വരികൾ ആരുടെ തൂലികയിൽ നിന്നുള്ളതാണ്? ഉത്തരം വൈലോപ്പിള്ളി. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നേടിയ സാഹിത്യകാരൻ? ഉത്തരം MT വാസുദേവൻ നായർ. ഏത് ദിവസമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PN പണിക്കരുടെ ചരമദിനം ഏത് ദിനമായാണ് നാം ആചരിക്കുന്നത്? ഉത്തരം വായനാ ദിനം. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവയിൽ നാരായണ പണിക്കർ.
പി എൻ പണിക്കരോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ വകുപ്പ് 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2004 ജൂൺ 19. സുകുമാർ അഴീക്കോട് പി എൻ പണിക്കരെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. ഷേക്സ്പിയറിന്റെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിച്ചു വരുന്നത്.